സമ്മാനത്തെ സംബന്ധിച്ചും എന്തൊക്കെ വന്നു എന്ന് പഠിപ്പിക്കുന്ന ബാബ്. സ്വദാഖ് എന്ന് പറഞ്ഞാൽ നിക്കാഹ് കൊണ്ടോ അബദ്ധത്തിലുള്ള സംയോഗം കൊണ്ടോ ഉജൂബായ സംഖ്യ. 2 സബബാണ് സ്വദാഖിന്. 374 പറയുന്നു മാ വജബ ബി നിക്കാഹിൻ ഔ വത്യിൻ. ഒന്നിക്കൽ വെറും നിക്കാഹ് കൊണ്ട് എന്ത് കൊടുക്കേണ്ടി വരും? നിക്കാഹ്. ഒരു പെണ്ണിനെ കാത്തിച്ചാൽ മഹറില്ലാണ്ടാവോ? അബദ്ധത്തിൽ സംയോഗം ചെയ്താലും എന്ത് കൊടുക്കും? 2 സബബാണ്. മാ വജബ ബി നിക്കാഹിൻ ഔ വത്യിൻ, അതന്നെയാണ് മഹർ. പെണ്ണിന്റെ ഫർജിന്റെ മൂല്യം, വിവാഹ മൂല്യം. ഫർജിന്നില്ല. സദാഖൽ മർഅത്തി മാ തുഅതാ മിൻ മഹ്രിഹ, പെണ്ണിനെ കൊടുക്കുന്ന വിവാഹ മൂല്യം. അതിനാണ് എന്ത് പറയും? അതിന് സ്വദാഖ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നല്ലേ അർത്ഥം. ഇവിടെ ഇഷ്ടം. ഭർത്താവ് ഇഷ്ടപ്പെടുന്ന ഈ പെണ്ണിനെ തന്നെ കെട്ടണം, ഇവ പെണ്ണെന്നെ വേണം. നിക്കാഹിലെ അടിസ്ഥാന കാരണം മഹർ. അപ്പൊ ഈ വിവാഹം തന്നെ നടക്കണം, ഈ പെണ്ണെന്നെ എനിക്ക് വേണം എന്നുള്ള ഇഷ്ടത്തിന്റെ മേലെയല്ലേ എന്ത് കൊടുക്കുന്നത്? പിന്നെ ആരുതായ സബബ് കൊണ്ടല്ലേ വത്തീന് കൊടുക്കുന്നത്. അപ്പൊ ഇഷ്ടമാകുന്ന ഇഷ്ടം മുഴുവൻ എവിടെയാണ്? പെണ്ണിന് കൊടുക്കുന്ന ഈ മഹറിലാണ്. അപ്പൊ അതുമായി ചൊക്കണ്ടേ ഇങ്ങനെ. നിക്കാഹിൽ താല്പര്യമുണ്ട് എന്നതിന്റെ സത്യവാക്കല്ലേ ഈ കൊടുക്കുന്ന പൈസ. നിക്കാഹിന്റെ അല്ലദീ ഹുവൽ അസ്ലു ഫീ ഇജാബി, മഹറിന്റെ തനതായ സബബ് എന്താ? വത്ത് കാണോ? ഇല്ല. 374. സദുഖ, വിവാഹ മൂല്യം. സദുഖ അതിന്റെ ജമ്മ സദുഖാത്ത് എന്ന് കിട്ടും. അല്ലാഹു തആല പറഞ്ഞ മൻശാവാത്തുൻ നിസാ സദുഖാതിഹിന്ന നിഹല, സൂറത്തുൻ നിസാ 4. മാതു അന്നിസാ സദുഖാതിഹിന്ന, അവിടെ ദാലിന് ഫത്ത് ചെയ്തെങ്കിൽ ഫഖദല്ല വലാല മുബീന. സദഖാതിഹിന്ന, അവരുടെ ഡൊണേഷൻ നിങ്ങൾ കൊടുത്തേക്ക്, ഒരിറക്കാൻ വന്നിട്ട് അവരുടെ അവകാശം കൊടുക്കുന്ന. അപ്പൊ ഇങ്ങനെ വായിക്കണം. അസ്ദഖ എന്ന് പറഞ്ഞാൽ സദാഖ് കൊടുത്തു. സദാഖ് കൊടുത്തു, അസ്ദഖ മതി. ഹിബ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാധ്യതമായ പൈസ എന്നല്ല, അഡീഷനായിട്ട് കൊടുക്കുന്ന സമ്മാനം. പെണ്ണിന് വാച്ച്, മോതിരം, വള, മാലയെല്ലാം കൊടുക്കുന്നില്ലേ? വ്യവസ്ഥ ഉണ്ടാക്കിയൊന്നല്ല തരണേന്നോ. അതിനാണ് എന്ത് പറയല്? അത് സദാഖയല്ല. അത് കൊടുക്കൽ വുജൂബുമില്ല, കൊടുത്തവക്കായി. അതാരാണ് ഉപയോഗിക്കേണ്ടത്? ഈ കെട്ടിച്ച രക്ഷിതാവാണോ? അല്ല സാധാരണ അളിയന്മാർ എടുക്കലുണ്ട് പോലും, പെണ്ണിന്റെ ആങ്ങളമാർ. അവർക്കാണോ ഈ വാച്ച്? തീരുമാനം എടുക്കണ്ടേ? സ്ഥലമല്ലോണ്ട് പറഞ്ഞു. നിക്കാഹിന് പരാമർശിച്ചാലും ഇല്ലെങ്കിലും നിക്കാഹ് ശരിയാണ്. ഈജാബും കബൂലും ഉണ്ടെങ്കിൽ അജ്മഅൽ അയിമത്തു വൽ ഉമ്മത്തു അലാ അന്നഹു ലാ യജിബു ദിക്റുൽ മഹ്ർ ഫി നിക്കാഹി. നിക്കാഹ് സഹിയാകാൻ വേണ്ടി എന്ത് വേണ്ട? മഹർ വരണമെന്നില്ല. ഒന്നും പറഞ്ഞില്ലെങ്കിൽ കണക്കന്നെ. പക്ഷെ പറയലാ നല്ലത്. പറയലും വെളിവാക്കലും പ്രകടിപ്പിക്കലും ആളെല്ലാം അറിയട്ട്. മൂടിവെക്കലും പറയാതിരിക്കലെല്ലാം കറാഹത്താണ്. പറഞ്ഞത്ര നല്ലത്. മഹറില്ലാണ്ട് നിക്കാഹ് ചെയ്യുക അത് നബിതങ്ങൾക്ക് മാത്രമാണ്. അങ്ങനെ ഒരു നിയമം. ഏതൊക്കെ നിക്കാഹ് ചെയ്യുന്നുണ്ടെങ്കിലും മഹർ വേണം. മഹർ കൊടുക്കുമെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, തരൂല എന്ന് പറഞ്ഞാലും മഹർ മഹറായിട്ട് വരും. മഹറിനെ തൊട്ട് ഫിറാറാകാൻ ഒരു ഹൽക്കിനും കഴിയോ? പെണ്ണെന്നെ വെച്ചാക്കും. എന്നാ പോയി മഹർ വുജൂബാവൂലേ വേണ്ട മേലെ. പറയലോ പറയാണ്ടിരിക്കലോ ഞാൻ തരൂലാന്ന് തീരുമാനിക്കലോ അതൊന്നും ഇവിടെ തെളിവല്ല. അത് നബിതങ്ങൾക്ക് അധികാരമുണ്ട്. എന്ത്? അതെ, നബിതങ്ങൾക്ക് സ്ത്രീകൾക്ക് മഹർ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല പോലും. നബിതങ്ങളുടെ സ്വാതന്ത്ര്യാണത്. ചിന്തിക്കുക. കാരണം നബിതങ്ങളുടെ മുമ്പിൽ ഇവരൊന്നും ആരുമല്ല. നബിതങ്ങൾക്ക് എന്തധികാരവും വീറ്റോ പവർ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അഹ്സാബ് 50
വംറാത്തും മുഅ്മിനത്തുൻ ഇൻ വഹബത് നഫ്സഹാ ലിന്നബി ഇൻ അറാദ അൻ-നബിയ്യു അൻ യസ്തൻകിയഹാ ഖാലിസതൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ. അഹ്സാബ് 50. ഏതെങ്കിലും ഒരു പെണ്ണ് നബി തങ്ങൾക്ക് ശരീരം വിട്ടു തരുന്നുണ്ടെങ്കിൽ തങ്ങൾ കെട്ടിക്കോളി, ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട, ഒന്നും കൊടുക്കേ വേണ്ട. ഞാൻ മാറി തരേണ്ടതുണ്ടോ അല്ല എനിക്ക് പൊരുത്താക്കുന്നോ ഒന്നും ചോദിക്കണ്ട. തങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടിക്കോ, മാറൊന്നും തങ്ങളുടെ മേലെ ചുമത്തൂല എന്നാണ്. വംറാത്തും മുഅ്മിനത്തുൻ ഇൻ വഹബത് നഫ്സഹാ ലിന്നബിയ്യി. പക്ഷെ എന്നാ തന്നെ കെട്ടണമെന്നുണ്ടാ. ഇൻ അറാദ അൻ-നബിയ്യു അൻ യസ്തൻകിയഹാ. പെണ്ണ് വന്ന് പറയുമ്പോഴേക്ക് കെട്ടിക്കൊള്ളണമെന്നാ. ഖാലിസതൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ. ഈ നിയമം ആർക്ക് മാത്രം? അതിനെങ്ങനെ പെണ്ണ് ആചാരം കൊടുക്കുന്ന രൂപം പറ. വഹബ്തു നഫ്സി ലക എന്ന് പറഞ്ഞു പെണ്ണ് നബിയോട്. വഹബ്തു അംറ നഫ്സി ലക സവ്വജ്തുക നഫ്സി ബിലാ സദാഖി. എന്താണ്? സദാഖില്ലാണ്ട് എൻ്റെ ശരീരം തങ്ങൾക്ക് വിട്ടു തന്നു. ഹദീസ് അറിയിക്കുന്നത് നബി തങ്ങൾക്ക് നിക്കാഹ് ചെയ്യൽ ജായിസാണ് മഹറില്ലാണ്ട്. കാരണം ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞ് എൻ്റെ ശരീരം തങ്ങൾക്ക് തന്നു, മഹറിൻ്റെ കാര്യമൊന്നും മുണ്ടിയിട്ടില്ല, നബി തങ്ങൾ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഒരു ഈ പെണ്ണ് വന്നിട്ട് ഇവിടെ അഭ്യർത്ഥിച്ച കഥ ഇവിടെ പറയുന്നുണ്ട്. എന്തേ? നബി തങ്ങൾ അല്ലാത്തവർക്ക് മഹറില്ലെങ്കിൽ നിക്കാഹില്ല, ഗെറ്റ് ഔട്ട്. എന്തേ? ഒരു മനുഷ്യൻ വന്നിട്ട് തങ്ങൾക്ക് വിവാഹത്തിലേക്ക് ആവശ്യമില്ലെങ്കിൽ എനിക്ക് കെട്ടിച്ചു തന്നേന്ന് പറഞ്ഞു. ഇവിടെ കുത്തനെ നിന്നിട്ട് നബി ചോദിച്ച് എന്തെങ്കിലും കൊടുക്കാൻ കഴിയോ മഹർ? ഇല്ല. എന്നാ യു ക്യാൻ ഗോ, പോ, ചെയ്തു തരാൻ പറ്റൂല. ഇപ്പൊ എന്താ മഹറിൽ നിന്ന് ഫിറാറുണ്ടോ? ഇല്ല. നിക്കാഹ് നടക്കേണ്ടത് ഇൻകാഹ് തസ്വീജ്. എനിക്ക് 2 പദവും കൂട്ടലി എന്നാ ഓവർ കോട്ടായി, അല്ലെങ്കിൽ അതൊന്ന് അതിന് തുല്യമായിട്ട് തന്നെ കബൂല് വേണമെന്നില്ല. 2 അങ്കത്തുക്ക എന്ന് പറഞ്ഞിടത്ത് കബിൽത്തു തസ്വീജഹ പറഞ്ഞൂടെ? സബ്ബജ്തുക പറഞ്ഞിടത്ത് തന്നെ കബിൽത്തു നിക്കാഹ പറഞ്ഞൂടെ? പറ്റൂലേ? സീഹയില്ലാണ്ട് നടക്കുകയില്ല. സീഹ എന്ന് പറഞ്ഞാൽ ഇൻകാഹിൽ നിന്നോ തസ്വീജിൽ നിന്നോ പിടിച്ച സീഹ, വേറെ ഒന്നും പറ്റൂല. വേറെ സീഹ മാറ്റിയാൽ ഉപകാരം ചെയ്യൂല. ഏത് സീഹയും മതി, വിട്ടുതരുന്നു എന്ന് അറിയിച്ചാൽ മതി. ഓശാരം തന്നു, സംഭാവന തന്നു, ഉടമയാക്കി തന്നു, അതെല്ലാം പറ്റുന്ന മറ്റുമത് പറയും. ഹനഫി ഹംബലി സബ്ബജ അങ്കഹ അകന്നെ വേണമെന്നൊന്നുമില്ല. കാരണം ബുഖാരിയിലുള്ളത് കത് മല്ലക്തുകഹാന്ന്, മല്ലക്തുകാന്ന് ബുഖാരിയിൽ ചില റിവായത്ത്. മാലിക്കി മദ്ഹബിൽ അറിയപ്പെട്ടത് നിക്കാഹിന്റെ മേലെ അറിയിക്കുന്ന ഏത് പദവും മതി, പെണ്ണിന്റെ ശരീരം വിട്ടുകൊടുക്കുന്നത്. പക്ഷെ മഹർ പറയണം, അല്ലെങ്കിൽ നിക്കാഹിനെ കരുതണം. തംലീക്ക്, ഹിബത്ത്, സദഖ, ബയ്യ, ഏത് സീഹ കൊണ്ടും എന്താക്കാം, നിക്കാഹ് നടത്താം. ഷാഫി മദ്ഹബ് ഭയങ്കര കർശനാണ്. വലാ യസിഹു നിക്കാഹു ഇല്ലാ ബീജാബിൻ, ഈജാബ് കൊണ്ടല്ലാതെ. ആ ഈജാബ് ഒന്നിക്കൽ ഇൻകാഹ് അല്ലെങ്കിൽ തസ്വീജ്. അതുകൊണ്ട് 2ഉം പറ്റൂല എന്നല്ല, മൂന്നാമത്തൊന്നും പറ്റൂല, 2ഉം കൂടിയാ പറ്റൂല എന്നല്ല. 2ഉം കൂടിയാ ഓവർകോട്ടല്ലേ ആകുന്നത്, അത് പറ്റൂലേ? നബി തങ്ങൾക്ക് അങ്കഹാസപ്പല തന്നെ പറയണമെന്നില്ല എന്നാണ്. കാരണം തങ്ങൾക്കല്ല ഫോൺ, നമ്മളെപ്പോലത്തെ ആളപ്പാ, ബാക്കിയുള്ള ആളതാ പറയുന്നു അങ്കഹ അല്ലെങ്കിൽ സഫല. അത് ഉപയോഗിച്ചാലേ എന്താവുള്ളൂ, ആവുള്ളൂ. ഇത്രയധികം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നു. എന്തേ നിർത്തിരിക്കുന്നില്ലേ? മഹറിനെ പറ്റി സംസാരിക്കുന്ന ബാബ് എത്ര കൊടുക്കണം, ആര് കൊടുക്കണം, എവിടെ കൊടുക്കണം. ഹിബാദ് സമ്മാനം, സമ്മാനം വന്നാൽ അമ്മോശക്കാക്കാണോ അളിയ മൂസോർക്കാണോ അല്ലെ ബാകുന്ന പെണ്ണിനോ? മാലിക്കുൻ മാലിക് തങ്ങൾ റിപ്പോർട്ട് തന്നെ അബി ഹാസിം ഇബ്നു ദീനാർ
عن سهل بن سعيد الساعدي أن رسول الله صلى الله عليه وسلم جاءته നബിയുടെ ഹദ്റത്തിൽ വന്നു ഇമ്രാത്തുൻ വാങ്ങാൻ വന്നെന്ന് പോലും ഭർത്താവില്ലാതെ ഒരു പെണ്ണ് ഭർത്താവും ഇല്ല ഇതൊന്നുമില്ല വാങ്ങാൻ തയ്യാറായി വന്നു വേറെ രക്ഷിതാവൊന്നുമില്ല فقالت يا رسول الله إني وهبت نفسي لك എൻ്റെ ശരീരം തങ്ങൾക്ക് സമ്മാനിച്ചു സ്വീകരിച്ചാലും അവിടുന്ന് കബൂലാക്ക് എൻ്റെ ശരീരം തങ്ങൾക്ക് ഞാൻ വിട്ടു തന്നു നിന്റെ ശരീരം എന്തിനെനിക്ക് എന്ന് ആട്ടിപ്പറയല്ലേ ഇത് പെണ്ണിൻ്റെ മാനസിക നില പരിഗണിച്ചിട്ട് നബി തങ്ങൾ കേൾക്കാതെ പോലെയാക്കി തങ്ങൾക്ക് വേണ്ട തങ്ങൾക്ക് വേണ്ട ഇനിയും ഭാര്യമാരെ സ്വീകരിക്കണോ വേണ്ടിയോന്ന് അള്ളാഹുവിൽ നിന്ന് അറിയിപ്പ് കിട്ടിയാലല്ലേ സ്വീകരിക്കല് തങ്ങൾക്ക് വേണ്ട അല്ലാ വേണ്ട അല്ലേ ഫഖാമത്ത് ഖിയാമൻ തവീല എന്താണ് ഫഖാമത്ത് ഖിയാമൻ തവീല ഫഖാമത്ത് തവീല എന്നുണ്ട് വേണമെങ്കിൽ നേരത്തെ മസ്തരി മഹദൂഫാണ് ഖിയാമൻ തവീല നേരത്തുള്ളി ലർഫി മഹദൂഫി ഐ ഖാമത്ത് സമാനം തവീല ഖിയാമൻ സമാനം തവീല എന്താ ആ നബി തങ്ങൾക്ക് വേണ്ട എന്ന് ബോധ്യമായി ആ സമയത്ത് അൻസാരികളിൽപ്പെട്ട ഒരു മഹാൻ എഴുന്നേറ്റ് നിന്നു അവർക്ക് നിർബന്ധമായും ആര് വേണോ പെണ്ണ് വേണം അത് ഇതന്നെ ആയിക്കോട്ടില്ലേ ആർക്ക് വേണ്ടെങ്കിൽ തങ്ങൾ എനിക്ക് കെട്ടിച്ചതാൻ മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ട് അന്നൽ ഹിബത്ത വിന്നിക്കായ വിലാസതാക്കി എന്താണ് അന്നൽ ഹിബത്ത വിന്നിക്കായ വിലാസതാക്കി ദബജന്നെ സീക ചെല്ലിനെങ്കിലേ പറ്റൂ ദബജല്ല വിട്ടു തന്നു എന്ന് പറഞ്ഞതല്ല ആർക്കാന്ന് അതുകൊണ്ടല്ലേ അങ്ങനെ പിന്നെ പെണ്ണിനോട് തന്നെ പറഞ്ഞില്ലേ എനിക്ക് വിട്ടു തന്നു എന്ന് പറഞ്ഞോ എന്നല്ലല്ലേ പറഞ്ഞത് ഈ പെണ്ണിനെ ഒന്ന് പിടിച്ചു കെട്ടിക്കുന്നല്ലേ പറഞ്ഞത് ചിന്തിക്കടാ അപ്പൊ ഈ മനുഷ്യൻ നല്ല വിവരമുള്ള ആളാണ് ഞാൻ ശരീരം വിട്ടു തന്നു എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ ആർക്ക് പറ്റൂ പറ്റൂ ഞാൻ ശരീരം വിട്ടു തന്നു എന്ന് പെണ്ണ് ഡയറക്റ്റ് ഈ ചെക്കനോട് പറഞ്ഞാൽ പറ്റോ അതുകൊണ്ടല്ലേ നിങ്ങള് കെട്ടിക്കുന്നു ഈ പെണ്ണിനെ എനിക്ക് പെണ്ണിനോട് പറയാൻ നിന്നാ ആടെ വേണ്ടെങ്കിൽ എന്നാ എനിക്ക് ശരീരം വിട്ടു തന്നേക്ക് എന്ന് പറഞ്ഞാ ഇല്ല അന്ന് നബിയ കെട്ടിക്കേണ്ട ആള് അസുൽത്താന് വലിയുമല്ല വലിയ ലഹു ഉത്തരവാദപ്പെട്ട രക്ഷിതാവില്ലെങ്കിൽ എന്താ കാതിൽക്കുള്ളാത്തല്ലേ ഏത് പണിയും പിടിച്ച് കെട്ടിച്ചൂടെ മകാൻ തയ്യാറുണ്ടെങ്കിൽ എപ്പോഴാണ് എനിക്ക് കെട്ടിക്കേണ്ടത് ഇല്ലം തക്കില്ലക്ക വിഹാജ ഈ പെണ്ണിനെ തങ്ങൾക്ക് വേണ്ടെങ്കിൽ മാത്രം വേണ്ടാന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് കെട്ടിച്ചേരും കെട്ടിക്കാനുള്ള പെർമിറ്റ് ആർക്കുണ്ട് നിബിധങ്ങൾക്കുണ്ട് നിബിധങ്ങളെ ചോദിച്ച് നിങ്ങളടുക്കൽ എന്തെങ്കിലും സാധനമുണ്ടോ സിഫത്ത് ഇങ്ങനെയുള്ള ചെയ്യ് അത് മഹറാക്കിയിട്ട് നിങ്ങൾ ആ പെണ്ണിന് കൊടുക്കും അല്ലെങ്കിൽ ജസ്മാക്ക് നിങ്ങൾക്ക് കൊടുക്കാമല്ലോ മഹറായിട്ട് ജസ്മ് തുസ്ദീഖു മർഫുആക്കിയിട്ട് സിഫത്ത് അപ്പൊ എങ്ങനെ ഹൽ ഇൻദക മിൻ ഷൈഇൻ എങ്ങനെയുള്ള ഷൈഇ തുസ്ദീഖു ആ പെണ്ണിനെ നിങ്ങൾ മഹറാക്കിയിട്ട് കൊടുക്കുന്ന ഷൈഇ ഇയാഹു ആ ഷൈഇനെ നിങ്ങൾ മഹർ എന്ന പേരിൽ കൊടുക്കും അപ്പോൾ നല്ലത് തുസ്ദീഖു വേണേ ജസ്മാക്കി കൂടെ നിങ്ങളെടുക്കൽ വല്ലതും ഉണ്ടെങ്കിൽ തുസ്ദീഖ് അത് മഹറാക്കിയിട്ട് കൊടുത്തേക്കൂ കൊടുക്കാമല്ലോ അപ്പൊ എന്തായി പാവപ്പെട്ടാക്കും കെട്ട മറുപ്പിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ പൈസ ഒന്നും വേണ്ട ഇവരോട് എത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്തെങ്കിലും നയാ പൈസ ഉണ്ടോ കയ്യിൽ മധുര എന്ന് പറഞ്ഞ് കൊടുക്കണ്ടേ പക്കാല അദ്ദേഹം പറയുന്നു മായന്തി
എനിക്കില്ല ഇല്ല ഈ സാരി ആതാ കൊടുത്ത തുണി മുട്ടുവക്കളുടെ ഇടയിൽ മറക്കുന്ന തുണി കാണിച്ചു കൊടുത്തിട്ട് നീ തന്നെ ഉള്ളൂ. ഇത് അയച്ചിട്ട് ഞാൻ കൊടുത്താൽ ഞാൻ മൂലക്ക് ഇരിക്കേണ്ടി വരും. എന്താണ് എടുത്ത തുണിയില്ല വേറൊന്നുമില്ല. ലാഫർക്ക് വൈനൽ ഖാദിരി അലൽ ഇൻഫാഖി വല്ല അജിസി അൻഹു. ആവതുണ്ടോ ഇല്ല എന്നൊന്നും നിക്കാഹിന്റെ അടുത്ത് നോക്കൂല, കെട്ടണം. ആവതുണ്ടെങ്കിൽ ചെലവാക്കി, ഇല്ലെങ്കിൽ ക്ഷമിച്ചോ അല്ലേ. അന്നഹൂസൽഖാൻ യുസ്ബീവമായി ചെയ്യും. നബി തങ്ങൾക്ക് നേരാ പൈസ ഇല്ലാതെ എത്ര കാലം ഉണ്ടായി. അന്നഹൂസലൻ ലൈസൈന്ദഹു ഇല്ലാതാകും. അഹമ്മദ് ബിൻ ഹംബൽ പറയും എത്ര പാവപ്പെട്ട നബി തങ്ങൾ നിക്കാഹ് കഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാല അഹമ്മദ് ബിൻ ഹംബൽ പറയുന്ന ഫീ റജുലിൻ, ഒരു മനുഷ്യൻ അയാൾക്ക് ജോലിയൊന്നുമില്ല, അയാളുടെ ഹൃദയം എന്താകുന്നു തളർന്നു പോയി എന്നാണ്, പോറ്റാൻ കഴിയാണ്. എന്നാലും പേടിക്കേണ്ട യർസുഖും അത്തസ്ബീറ്റു ഹസനിലഹു, അങ്ങനത്തെ ആൾ കെട്ടാൻ പേടിക്കണ്ട കണ്ട. പിന്നെ മഹർ മുണ്ടിപ്പോയാൽ അവൻ്റെ മിൽക്കിൽ നിന്ന് പോയി എന്നാണ് ഈ തുണിക്കകത്ത് കിട്ടുന്നു. നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം എന്താകും? അപ്പം മഹർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളതല്ലാന്നല്ലേ ഇരുന്ന് കിട്ടുന്നു. മഹർ പറഞ്ഞു കഴിഞ്ഞാൽ പാസ്സായില്ലേ, ഇനി എനിക്ക് വിൽക്കണ്ട. യുസ്തർത്തുഫിച്ചതാക്കിയാൽ കുതിരത്ത് വരെ തസ്ലീം, ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നതേ മഹർ പറയാവൂന്നും കിട്ടി. ഈ മനുഷ്യനെ തുണിയില്ലേ, പക്ഷെ ഏൽപ്പിച്ചു കൊടുക്കാൻ വകയുണ്ടോ? അവർക്ക് വെളിവാവൂലേ? അപ്പൊ അത് മഹറാക്കിന് വിലയുണ്ടോ? ഇരുമ്പിന്റെ മോതിരമായാലും മഹർ കൊടുക്കാം. എത്ര കൊടുക്കണം എന്നൊന്നും മാറുന്നില്ല. എന്തേ ഇരുമ്പിന്റെ റിങ്ങും പോലെ ഏതെങ്കിലും ബസ് നന്നാക്കുന്നിടത്ത് പോവാൻ ബെർലിൻ അമർത്താൻ പറ്റിയ റിങ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അതിന് ഹദീദിന്റെ മോതിരം ധരിക്കാൻ പറ്റുമോ? ഇരുമ്പിന്റെ ഇരുമ്പ് പിച്ചട പറ്റുന്ന സഹി ഹദീസ് വന്നിട്ടുണ്ട് നിരോധിക്കുന്നത്. ലൈഫർ യുക്രഹൂന്ന് കീലുണ്ട്, നരകനിവാസികളോട് തുല്യമായി പോകും ഇരുമ്പ് മോതിരം ധരിച്ചാലും. എന്തേ ഇമാരത്ത് നോക്ക്, വലായുക്രഹു തഖത്തുമു മിനഹവി റസാസിൻ, റസാസ് പിച്ചള അല്ല നുഹാസ് അല്ല പിച്ചള ഹദീദ് നുഹാസ്. സർവാനി 3276. ഇബ്നു അജുൽ ഷറഹുൽ ബാബിൽ പറഞ്ഞത് വലായുക്രഹു തഖത്തുമു മിനഹവി റസാസിൻ വഹദീദിൻ വനുഹാസിൻ. ഈയത്തിൻ്റെതോ പിച്ചളൻ്റെതോ ചെമ്പിൻ്റെതോ ഇരുമ്പിൻ്റെതോ ഏത് മോതിരം എന്താക്കിക്കോ, പ്രശ്നമുണ്ടോ? ബുറൈദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നോക്ക്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഒരു മനുഷ്യനെ കണ്ടു, അയാളുടെ കയ്യിൽ ഇരുമ്പിനാലുള്ള റിങ്ങുണ്ട്, മോതിരം. നബി തങ്ങൾ അയാളോട് കയർത്തു, നരകനിവാസികളുടെ ആഭരണം ധരിച്ചിട്ട് ഇവിടെ വരേണ്ട ആവശ്യം തീർന്നു. അയാൾ വലിച്ചങ്ങ് ചാടി. എന്താണ് അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ എന്ത് മോതിരാടേണ്ടത്? വെള്ളി കൊണ്ടുള്ളത്. അതാണ് പുരുഷന്മാർക്ക് വെള്ളി കൊണ്ടുള്ള മോതിരല്ലേ, പ്യൂരിഫൈഡ് വെള്ളി. തിർമിദി, അബൂദാവൂദ്, നസായി, മിഷ്കാത്തിലുണ്ട്. മുഹീസുന്ന ബഗവി പറയുന്നു ഇരുമ്പിനാലുള്ള മോതിരം പാടില്ല എന്നാ ഇതിൽ നിന്ന് കിട്ടല്. അത് ബാത്തിൽ മർദൂദ്. സഹൽ ബിൻ സഈദ് സാഇദി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഹദീസ് നോക്ക്. ആ മനുഷ്യനോട് പറഞ്ഞു ഇൽതമിസ് വലു ഖാതമൻ മിൻ ഹദീദിൻ. അപ്പൊ എന്താ പറ്റും, അതല്ലേ സ്വഭാബ്. എന്നിട്ടോ ഫഖാല റസൂലുള്ളാഹി ഇൻ അതൈതഹാ ഇയ്യാഹു, ഈ അരയുടുപ്പിനെ പെണ്ണിന് കൊടുത്താൽ ജലസ്ഥല ഇദാറലക, നിങ്ങൾ അരയുടുപ്പില്ലാത്ത ആളായി മാറും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഫൽതമിസ് ചെയ്യാ, മഹറാക്കിയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്ക്, ചുറ്റി നടന്നോക്ക്. അങ്ങനെ ഫഖാല, അയാൾ പറയുന്നതിന് ചുറ്റാനും നടക്കാനൊന്നും ഇല്ല, ഞാൻ എത്രയോ കാലം തണ്ടി നോക്കി എനിക്കൊന്നും കിട്ടൂല. ഫഖാല മാജിദു ചെയ്യാ, വീണ്ടും 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 നബി പറയുന്നു ഖാല ഫൽതമിസ് വലു ഖാതമൻ മിൻ ഹദീദ്.
ഫൽതമസ ഫലം യജിദ് ചെയ്യാ കിട്ടിയാ ഇല്ല. അവസാനം പറഞ്ഞ് എന്തെങ്കിലും കുറുകാൻ മനപ്പാട് അറിയാവോ ആ പെണ്ണിന് ഓതി കൊടുക്കാൻ ഏറ്റെടുക്കും, അതും മഹറാക്കാം. ഈ സൂറത്ത് എണ്ണി പറഞ്ഞ് ഇത്രയും സൂറത്ത് എനിക്ക് പഠിപ്പിച്ചു കൊടുക്കണം പെണ്ണിനെ. ഇപ്പം എന്താ അയാൾ മടങ്ങിപ്പോകാൻ ഇറങ്ങിയപ്പോൾ ഫഖാല ലഹു റസൂലുള്ളാഹി ഹൽ മഅക മിനൽ ഖുർആനി ചെയ്യും, ഖുർആൻ അറിയുമോ? ഫഖാല നഅം സൂറത്ത കഥാ സൂറത്ത കഥാ, അങ്ങനെ രണ്ടൂട്ടം മൂന്നൂട്ടെല്ലാം പറഞ്ഞിട്ട് പോലും ഇന്ന സൂറത്തറിയാം ഇന്ന സൂറത്തറിയാം ഇന്ന സൂറത്തറിയാം, ഒരു സൂറത്തെ കഥ വിട്ടുപോയതാന്ന് പോലും. സൂറത്തെ കഥ സൂറത്തെ കഥ സൂറത്തെ കഥ. ഈ സൂറത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ലിസുവരിൻ സമ്മാഹ, അയാൾ പേരും പറഞ്ഞു, കഥ എന്നല്ല അയാൾ പറഞ്ഞത്, അത് ഇവിടെ അവതരിപ്പിക്കണ്ടെന്ന് കൊണ്ട് കഥ കിട്ടതാണ്. കഥ 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 എന്നാ അല്ല, പേരെന്നെ പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി അത് അങ്കഹത്തുക, അത് തീർച്ചയായും അങ്കഹത്തുക ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നു, ഹാ പെണ്ണിന് ബിമാ ഒരു മഹറിന് പകരം ആക്കമിനൽ ഖുർആൻ നിങ്ങളുടെ ഹൃദയത്തിലുള്ളതായ ഖുർആനിന് പകരം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഖുർആൻ ഉള്ളത് കൊണ്ട് ഈ മഹർ വേറെ വേണ്ടെന്നാ, നല്ല ഹൃദയമായത് കൊണ്ടാണ് പഠിപ്പിച്ചു കൊടുക്കാൻ. അന്നേരം ഒരു പറഞ്ഞ് ഞാൻ ഇന്ന സൂറത്ത് പെണ്ണിന് പഠിപ്പിക്കുക, ഇതാൽ തന്നെയാണ് മഹർ. അപ്പോൾ ഒരു മഹർ അധ്വാനം ചെയ്യുന്നില്ല, ഇപ്പോൾ മതിയാവൂലേ? അതെ, ഖുർആൻ പഠിപ്പിക്കുന്നില്ല. സദാഖ് ഗൈർ മുഖദ്ദറാണ്, അക്കല്ലും അക്സറും ഇല്ല എന്നാണ് ഷാഫി മദ്ഹബ്. അക്കല്ലുണ്ട് എന്നാണ് മാലിക്കി ഹനഫി. അക്കല്ലുണ്ട് എത്ര? റുബു ദീനാർ പോലും, ഒരു ദീനാറിൻ്റെ 4 ഒരു ഗ്രാമും ഒരു ഗ്രാമിൻ്റെ 16 റുബു ഗ്രാം, റുബു ദീനാർ. അതോ അതിൻ്റെ ആ പൈസക്കുള്ളതോ, അതിനേക്കാണ് പറഞ്ഞിട്ട് മഹർ എടുക്കൂല. 1 ഗ്രാം സ്വർണവും 1 ഗ്രാം സ്വർണത്തിന്റെ 16 മാലിക്കി മദ്ഹബ്. അവർ പറയുന്നത് എന്താണ്? കെട്ടാണ്ട് കൈ മുറിക്കുന്നില്ലേ? അപ്പോൾ ഒരു ശരീരത്തിന്റെ ജുസീന്റെ വിലയല്ലേ അപ്പുറത്ത്, അപ്പൊ ഫർജിന് അത്ര വില കെട്ടണ്ടേ? 1 ഗ്രാം സ്വർണം തന്നെ കൊടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടില്ല, അത്ര മൂല്യം അതിനടങ്ങുന്നത്. 1 ഗ്രാം സ്വർണവും 1 ഗ്രാം സ്വർണത്തിന്റെ 16 വില നിൽക്കണം. മാലിക്കി അല്ല ഹനഫിക്കാർ പറയുന്നത് എന്താ? 10 ദിർഹം 30 ഗ്രാം വെള്ളി റെഡിക്കായിട്ടുണ്ട് വാങ്ങാൻ കിട്ടും. 29.25 ഗ്രാം വെള്ളി റെഡിമെയ്ഡായിട്ട് കിട്ടണം പോലെ ആ പൈസക്ക്. അതേ എന്താക്കാൻ പറ്റുള്ളൂ. അബൂ യൂസുഫ് മുഹമ്മദ് സുഫർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ദാറഖുത്നിയുടെ ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ മഹ്റ അഖല്ല മിൻ അശ്റത്തി ദറാഹിം. ദാറഖുത്നിക്ക് എന്താ കൈ മുറിക്കണ്ടെങ്കിലും 10 ദിർഹം വേണ്ടേ? ഇപ്പം എന്താ ഖാല മാലിക്കിൻ അന്തബി അംബാലിക്കും നിസാ 24. ഒമല്ലം യസ്തീമിങ്കും തൗലെന്നുണ്ട് നിസാ 25. ഇപ്പം എന്താ ശരിയായ സംഖ്യ തന്നെ വേണം. എന്താ ഒന്നുമില്ല. കുല്ലുമാ ജാസ അയ്യക്കൂന കുല്ലുമാ കാന മാലൻ ജാസ അയ്യക്കൂന സദാഖന്ന് മുതലെന്ന് പേര് പറയാൻ പറ്റിയത്. ഇപ്പോഴത്തെ കാലം 50 പൈസ മുതലല്ലേ, 25 പൈസയല്ലേ നിരോധിച്ചത്. അത് മഹറാക്കുക, മഹർ തന്നെയല്ലേ. അന്നസദ അക്സർ സദാഖോ ഇങ്ങനെ ഉണ്ടാ ഇസ്ലാമിൽ ഇജ്മാഅ്. കാരണം വൈനറത്തും ഇസ്തിബ്ദാല സൗജിൻ മകാന സൗജിൻ, നിങ്ങൾ ഒരു ഭാര്യയ്ക്ക് പകരം വേറൊരു ഭാര്യയെ കണ്ടുപിടിക്കുന്നു. കൂമ്പാരമായി നിങ്ങൾ മഹർ കൊടുത്തിരുന്നു. നിസാ 20 എന്താ അതൊന്നും തിരിച്ചു വാങ്ങാൻ പറ്റില്ല, അതെല്ലാം ഒക്കെ പോയി. വഖദ് ആതൈതും ഇഹ്ദാഹുന്ന ഖിന്താറാൻ എന്താ ഉണ്ടാ മഹർ മഹറായിട്ട് പോയി. കുറെ കൊടുത്തിന് പോലെ 25 മാല. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മഹർ നിയന്ത്രിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു, പറയാൻ തുടങ്ങി. ഈ ആയത്ത് ഒന്ന് കേട്ടുപോയി. ഉമർ ഖത്താബ് പിന്നെ നിരോധിക്കാൻ നിന്നിട്ടില്ല, മടങ്ങിപ്പോയി പോയി. അയ്യോ അന്നാസ് പറയാൻ തുടങ്ങി മഹർ നിയന്ത്രണം. പെണ്ണുങ്ങളോട് പറയുന്നു മഹർ നിയന്ത്രിക്കാൻ. പക്ഷേ
وإن أردتم استبدال زوج مكان زوج وآتيتم إحداهن قنطارا എന്താണ് അപ്പം എന്നാലും ലാക്കിനല്ല അഫ്വൽ അതുൽ മുഖാലാത്തി ഓവറാക്കാതിരിക്കൽ പ്രത്യേക സുന്നത്തുണ്ട്. ഓവറായിട്ട് മഹർ കൊടുക്കുമ്പോൾ പെണ്ണ് ധിക്കാരിയായി മാറുമ്പോൾ ഞാൻ ഇത്രമാത്രമുള്ള പെണ്ണല്ലേ എന്ന് കൊണ്ട് അന്ന് ഓവറാക്കാൻ പറ്റും. ഓവറാക്കാൻ പാടില്ല കേട്ടാ. എത്ര 25. കുറച്ചുകൂടെ ഓവറാക്കാതിരിക്കൽ പ്രത്യേക സുന്നത്താണ് ഉണ്ടാ. ഇനി ആടെ ചിന്തിക്ക് എന്താ സീക പറഞ്ഞത് എന്തെല്ലാം നോക്ക്. സുന്ന അഥവാ സിയാദത്തിനല്ല 500 ദിർഹം 1.5 കിലോ വെള്ളിയേക്കാണ് ഏറ്റാതിരിക്കൽ സുന്നത്താണ്. 1.5 കിലോ എന്തേ അസ്തിഖതി വനാത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം 1.5 കിലോന് കുറച്ച് കുറയും. 29 മുക്കാലല്ലേ അങ്ങനത്തെ 500 250 500 ആകുമ്പോൾ 1487 ഗ്രാം വരും. 1500 വരില്ല. അതിനാക്കാണ് ഏറ്റാതിരിക്കൽ 1487 ഗ്രാം വെള്ളിയുടെ മൂല്യത്തേക്കാണ് ഏറ്റരുത്. കാരണം നബിതങ്ങളുടെ പെൺകുട്ടികളെ കെട്ടിച്ചേരും അത്രേ വാങ്ങിയിട്ടുള്ളൂ, ബാക്കി വേണ്ടാന്ന് പറഞ്ഞു. നബിതങ്ങളുടെ ഭാര്യമാർക്കും അത്രേ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറം കൊടുക്കരുത്. മുസ്ലിമിലുണ്ട്, ഫത്തുവൽമയിലും ഉണ്ട് 374, മഹല്ലിയിലും ഉണ്ട് 3276. മഹർ ഓവറാക്കരുത്. നബീന റസൂലുള്ളാഹി പറഞ്ഞത് അഅ്ലമുൻ നിസാഇ ബറകത്തൻ, സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ബറക്കത്തുള്ള പെണ്ണ് ഐസറുഹുന്ന മൂന, ചെറിയ മഹർ വാങ്ങിയിട്ട് കെട്ടുന്ന പെണ്ണാണ്. മഹർ അധികം പറയുമ്പോൾ വെറുതെ വേണ്ട, കുറച്ചേ വേണ്ടോ, വേണ്ട ഇത്ര വേണ്ട. ഇന്ന അഅ്ലമൻ നിക്കാഹി ബറകത്തൻ ഐസറുഹു മൂന, നിക്കാഹിൽ നിന്ന് ഖൈറും ബറക്കത്തും തികഞ്ഞത് ഏതാണ്? ലളിതമായ മഹർ കൊണ്ട് ബന്ധപ്പെട്ടത്. ശുഐബുൽ ഈമാനിലുണ്ട് ബൈഹഖിന്റെ. പക്ഷേ വകുല്ലുമാജാദ സമനം ഫിൽ ബൈഇ, ബൈഇൽ സമനാകാൻ പറ്റിയത് അല്ലെങ്കിൽ ജോലിക്ക് കൂലിയാക്കാൻ പറ്റുന്നത് സാധനം, അല്ലെങ്കിൽ ദൈൻ ഹാലി മുഅജ്ജലി ഖലീലി കസീർ എല്ലാം എന്താക്കാം. അതുപോലെ ഇന്ന ആളുടെ വ്യക്തിയുടെ തടി കൊണ്ടുള്ള സഹായം കെട്ടുകൊണ്ട തരാം, നിങ്ങളുടെ പേർക്കേക്ക് വിറക് വെട്ടിത്തരാം, അതുപോലെ എന്താക്കാം. മനാഫിൽ ഹുദിലാത്തക്കുന്ന് സദാഖൻ എന്നാണ്. ശരീരം കൊണ്ടുള്ള ഉപകാരം സദാക്കാവൂല എന്നാണ് ഹനഫി മത്. മുതലായിട്ട് തന്നെ കൊടുക്കണം. യുസന്നു അല്ല ഈ ജമിയൽഹൂന്നാണ്. മഹറിൽ നിന്ന് കുറച്ചെങ്കിലും കൊടുക്കാതെ പെണ്ണിനെ തൊടാതിരിക്കൽ പ്രത്യേക സുന്നത്താണ്. ഓൾക്കുവാണെങ്കിൽ ശരീരം പിടിച്ചു വെക്കാം, തരാനുള്ളത് കിട്ടിയാലേ ഞാൻ എന്താക്കുള്ളൂ. പക്ഷെ മഹർ പറയുമ്പോൾ തന്നെ മജ്ജലാക്കിയിട്ടുണ്ടെങ്കിൽ പിടിച്ചു വെക്കാൻ കഴിയില്ല. അതുപോലെ ഓള് ശരീരം വിട്ടു തന്ന് അങ്ങനെ സംയോഗം നടന്ന് പിന്നെ പറയുന്ന പൈസ എന്നാലേ ഞാൻ വരൂ, എനിക്ക് പറയാൻ പറ്റോ? എന്തേ ശരീരം വിട്ടുകൊടുക്കുമ്പോൾ നോക്കേണ്ടതാണ്. ഇനി കിട്ടുമ്പോൾ മൈക്കോ. ഒന്നുകിൽ പണ്ടെന്നെ അവധി പറഞ്ഞു ഉറപ്പിച്ചത്, അപ്പൊ അവധി എത്തുന്നതിന് മുമ്പ് ശരീരം കൊടുക്കണ്ടേ. പക്ഷെ പെണ്ണ് പോകാൻ തുടങ്ങുമ്പോഴേക്കും അവധി എത്തി, എന്നാലും ശരീരം കൊടുത്തോളണോ? മുന്നേ ശരീരം തന്നോളാന്നല്ലേ കരാറ്. അല്ലെങ്കിൽ ഓള് ശരീരം ഒരു പ്രാവശ്യം കൊടുത്ത് പിന്നെ പറയുന്നതിന് പൈസ തന്നാലേ വരുള്ളൂ. പറയാൻ പറ്റോ? ആദ്യം കൊടുക്കുമ്പോൾ നോക്കണം. ഈ റുബൂ ദീനാറിൽ കുറഞ്ഞാൽ ഈ മഹറാവൂല എന്ന് പറഞ്ഞില്ലേ, പിന്നെ ഇരുമ്പിന്റെ റിങ് മതി എന്ന് പറഞ്ഞതോ? അത് ചെറിയ എന്തെങ്കിലും നോക്കുന്നതാണ്, അല്ലാണ്ട് ഇരുമ്പിന്റെ റിങ് എന്നൊന്നും മുറാദല്ല പോലും. കുറച്ചെന്തെങ്കിലും കിട്ടുമോ നോക്കിയെന്ന്, അല്ലെങ്കിൽ ഇപ്പൊ ഇത്ര കൊടുക്ക് ബാക്കി നാളെ കൊണ്ട കൊടുത്തേന്ന്, നാളെയും മറ്റന്നാളെയും. അല്ലെങ്കിൽ അന്നേരത്തെ റിങ്ങിന് വലിയ വില ഉണ്ട് പോലും. ഇരുമ്പിന്റെ വോൾട്ടിന് എത്ര ഉണ്ട്? ഉണ്ട്. അങ്ങനെയല്ലാകാം അല്ലേ? ഈ മാക്കർ എന്തിനാ പറഞ്ഞ് ഖുർആൻ നിങ്ങളോടൊപ്പം ഉണ്ടോ? അല്ലാഹിൽ കൽബി മനപ്പാടമുണ്ടോ? ഫത്തുൽ ബാരിയിലുണ്ട്, ബുഖാരിയിൽ ബാബനുണ്ട്, ബാബുൽ ഖിറാഅത്തി അല്ലാഹിൽ കൽബി, ഹൃദയത്തിൽ മനപ്പാടമാക്കിക്കൊണ്ടുള്ള ഓത്ത് എന്ന് അവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഈ മനുഷ്യൻ ഹൃദയം കത് ഹഫിദൽ ഖുർആൻ അവിടെ കത് അങ്കഹത്തുഹ എന്നല്ല, കത് അങ്കഹത്തുക്കഹാൻ. അങ്ങനെയില്ലേ?
അവിടെ മല്ലക്തുക്കഹ എന്നുണ്ടല്ല, മല്ലക്തുക്കഹ ആ എന്താക്കൽ അങ്കഹ തന്നെ വേണ്ടേ, മല്ലക്തുക്കഹ അത് വഹമാണ്, ദബ്ബജ്തുക്കഹ അങ്ങനെയാണ് 99% രേഖപ്പെടുത്തിയത്. ആരോ ഒരാളെ മല്ലക്തുക്കഹ എന്ന് പറഞ്ഞു പോയി, ആളെല്ലാം തപ്പിച്ച്, അത് വിശ്വസിച്ചൂടാന്നാ പറയും. അല്ലെങ്കിൽ ദബ്ബജ്തുക്കഹാന്റെ കൂടെ ഏതും കൂടെ കൂട്ടി, അപ്പൊ രണ്ടും കൂട്ടിയാ തെറ്റുണ്ടാ, കുറച്ചും കൂടെ നല്ല ഓതാറ് വരട്ടുന്നുകൊണ്ട് ഭർത്താവ് ഏറ്റുവാങ്ങാൻ ഒരുങ്ങുന്നില്ല പോലും, അപ്പൊ ഒക്കെ കുട്ടി മല്ലക്തുക്കഹ എന്ന് ഒരുമിച്ച് കുട്ടി പറയുന്നു. അപ്പൊ ഒരുമിച്ച് കൂട്ടുന്നതിന് എന്തില്ല. ഹാഫിദ് അസ്കലാനി പറയുന്ന 4 റിവായത്തുകളെ കാണുന്നുണ്ട്. അങ്കഹ്തുക്കഹ അതാണ് ഏറ്റവും സുപ്രീമായ റിവായത്ത്. ദബ്ബജ്തുക്കഹ അതും നല്ല റിവായത്ത്. മല്ലക്തുക്കഹ ഔട്ട് ഓഫ് ഫാഷൻ, മല്ലക്തുക്കഹ അങ്ങനെ കണ്ടാൽ തന്നെ അത് വിശ്വസിക്കാൻ പറ്റില്ല. അംകന്നാകഹ എന്നുണ്ട്, അംകന്നാകഹ നാം സൗകര്യപ്പെടുത്തി തന്നു, അതും ഡൾ. 4 റിവായത്ത് ആകെ വന്നു നിക്കാഹിന്റെ ബാബിലി. അങ്കഹ്തുക്കഹ, ഓ അങ്കഹ്തുക്കഹ ഹൈ സൂപ്പർ, അതിനേക്കാൾ സൂപ്പർ ദബ്ബജ്തുക്കഹ. മല്ലക്തുക്കഹ എത്തി. അംകന്നാകഹ എന്താ, അംകന്നാകഹ അന്ന് ഷാഫി മദ്ഹബിൽ എടുക്കാൻ പറ്റില്ല. ഏതോ ഒരു ഖീലിന്റെ ആള് കൊണ്ടുവന്ന റിപ്പോർട്ടാണ് എമ്മോടുക്കൽ, അല്ല സഹൽ മൻസൂസ് അല്ലേ, സൂപ്പറായ കറൻസി കൊണ്ടല്ലേ